നമസ്കാരം. നമ്മൾ മലയാളികളെ ഏറെ ചിരിപ്പിച്ച നല്ല ഒരു ഹാസ്യ കലാകാരനായിരുന്നു കൊല്ലം സുധി. അദ്ദേഹം അകാലത്തിലാണ് മരണപ്പെട്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലം സുധി മരണപ്പെടുന്നത്. ആ സുധിയുടെ മരണത്തിന് ശേഷം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള രേണുവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിട്ടുണ്ട്. വല്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കിന് അവർ ഇരയായിട്ടുമുണ്ട്. പലയിടത്തും അവർ ഇന്റർവ്യൂവിൽ ആ കാര്യം തുറന്ന് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. കൊല്ലം സുധിക്ക് തന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ ഇപ്പോൾ രേണുവിനൊപ്പമാണ് താമസിക്കുന്നത്. രേണുവിന്റെ സംരക്ഷണയിലാണ്. അതുകൂടാതെ ഇളയ ഒരു ചെറിയ മകൻ കൂടിയുണ്ട്. ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ നോക്കുന്നത് രേണു തന്നെയാണ്. അവർക്ക് വേറെ ജീവിതോപാധിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലോ സ്റ്റേജ് പരിപാടികളിലോ നാടകങ്ങളിലോ ഒക്കെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അവർ പോകാറുണ്ട്. ഇതിനു മുൻപും പലതവണ കൊല്ലം സുധിയുടെ ഓർമ്മകൾ വിറ്റ് ഇവർ ജീവിക്കുന്നു, കൊല്ലം സുധിയെ വിറ്റ് ഇവർ ജീവിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു: എത്ര നാൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണം? നിങ്ങൾ പറയൂ, എത്ര നാൾ വേണമെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതി ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കാതെ പറ്റില്ല. അത് ശരിയല്ലേ അവർ പറഞ്ഞത്? ഇപ്പോൾ ഈ അടുത്ത ദിവസം കോഴിക്കോട് ദാസേട്ടൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് ഈ രേണു ചെയ്ത ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലാകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വരത്തക്ക രീതിയിലുള്ള അസഹനീയമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും രേണു ഇത് ചെയ്തല്ലോ, സുധിയെ മറന്നോ രേണു? സുധിയുടെ ആത്മാവ് ഇത് പൊറുക്കില്ല, സുധിയുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല, ഇതിനേക്കാൾ ഭേദം വല്ലവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതായിരുന്നു തുടങ്ങി അവരെന്തോ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള, ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെയാണ്. നമ്മൾ ഈ ചെന്താമരയുടെയും ഗ്രീഷ്മയുടെയും ഒക്കെ വിഷയം സംസാരിക്കുന്നത് പോലെയാണ് അത്രയും മോശമായിട്ട് ഇവരെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരുമല്ല അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. അവരുടെ 2 മക്കളെ അവർ സംരക്ഷിക്കുന്നു. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ വീട്ടുകാരെ ഇവരായിരിക്കും സംരക്ഷിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ആവശ്യങ്ങളുണ്ട്. നമ്മളുടെ ആരുടെയെങ്കിലും അടുത്ത് വന്ന് കൈനീട്ടിയാണോ, നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടാണോ അവർ ജീവിക്കുന്നത്? ഒരു നാടകത്തിലോ ഒരു ഷോർട്ട് ഫിലിമിലോ ഒരു വീഡിയോയ്ക്ക് ഒരാളുടെ കൂടെ അഭിനയിച്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പൈസ ഉണ്ടാക്കുന്നത്. അവർക്ക് ജീവിക്കണ്ടേ? അല്ലാതെ അവർ വേറെ ആരുടെയെങ്കിലും കൂടെ ഈ 2 കുട്ടികളെ ഉപേക്ഷിച്ച് ആരുടെയെങ്കിലും കൂടെ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അനാശാസ്യത്തിൽ ഏർപ്പെടുകയോ വല്ല തീവ്രവാദിയായിട്ട് രാജ്യത്തിനെ ദ്രോഹിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിൽ തെറ്റില്ല, നമുക്ക് അവരെ വിമർശിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിനിമാ നടിമാരെ എല്ലാം ഈ രീതിയിൽ വിമർശിക്കേണ്ടി വരുമല്ലോ. ഇവർക്ക് ആർക്കും ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മറ്റൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ ഉളുപ്പില്ലേ എന്ന് നമ്മളിപ്പോൾ വളരെയധികം സ്നേഹിക്കുന്ന സിനിമാ നടിമാരെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എത്ര ലോജിക്കില്ലാത്ത തരത്തിലുള്ള ഒരു സംസാരമാണ്. പണ്ടേക്ക് പണ്ടേ മലയാളിക്കുള്ള ഒരു അസുഖമാണ്, ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടുത്ത അസുഖം തന്നെയാണ്. ഈ കണ്ണുകടിയിൽ നിന്നാണ് പലതും ഉണ്ടാകുന്നത്, ഈ പരദൂഷണം ഉണ്ടാകുന്നത്. ഒരാൾ ഏതെങ്കിലും ഒരു രീതിയിൽ വളരുന്നുവെന്ന് കണ്ടാൽ, അവരുടെ ജീവിതം പച്ച പിടിക്കുന്നുവെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ വേണ്ട ഒരാൾ സന്തോഷിക്കുന്നു എന്ന് കണ്ടാൽ പലർക്കും അത് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക. ഇപ്പൊ ചിലർക്ക് മാത്രമൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട് മഞ്ജു വാര്യരും കാവ്യ മാധവനും അല്ലെങ്കിൽ നയൻതാരയും അവരൊക്കെ മാത്രം അഭിനയിച്ചാൽ മതി, അവരൊക്കെയാണ് സിനിമാ നടിമാർ. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ, അവൾ ഒരു നടിയാണ്. അപ്പോൾ അവർ അഭിനയം കാഴ്ചവെച്ചാൽ അവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. അവർ ഇതിനോടകം നാടകത്തിലും ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പാടവം, അവർക്കുള്ള ആ ഒരു കഴിവിനെ അവർ പലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ അവരുടെ പാഷനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ഒരുപാട് ആഗ്രഹം കാണും, അവർ ഇഷ്ടത്തോടെ ആയിരിക്കും അഭിനയിക്കുന്നത്. അത് നമ്മൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഈ മുമ്പ് പറഞ്ഞതുപോലെ മഹാനടിമാർ മാത്രം ഇവിടെ അഭിനയിച്ചാൽ മതിയോ? ഇവർക്കൊന്നും അഭിനയിക്കാൻ കഴിയില്ല? അതോ ഇവരൊന്നും ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ല? നമ്മളൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹീറോയിൻ മെറ്റീരിയൽ ഉണ്ട്. അതനുസരിച്ചുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ഇങ്ങനെ കടുത്ത വിമർശനവും കളിയാക്കലും ഒക്കെ നേരിടേണ്ടി വരും. ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ഒരു സിനിമാ ഗാന രംഗം അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിനിമാ ഗാനത്തിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവവും ഈ റീക്രിയേഷനും ഉണ്ടാവുമല്ലോ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ അതിലൂടെ ഒരു വലിയ തെറ്റായിട്ടുള്ള മെസ്സേജ് ലോകത്തിന് നൽകാൻ ശ്രമിച്ചിട്ടില്ല. വലിയൊരു രാജ്യദ്രോഹ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കൂടി നിന്ന് കല്ലെറിയാൻ വളരെ എളുപ്പമാണ്. ആ കല്ലുകൾ അത്രയും ചെന്ന് ഒരിടത്താണ് കൊള്ളുന്നത്. ഈ കല്ലുകളെല്ലാം കൂടി ഒരിടത്ത് ചെന്ന് കൊള്ളുമ്പോൾ ആ കൊള്ളുന്ന ഇടത്തിന് ഒരു നൊമ്പരമുണ്ടാകും എന്ന ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാക്കണം. അവർ ഓൾറെഡി ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവർ ചോദിച്ചതുപോലെ അവർ എത്ര നാൾ ഇരുന്ന് കരയണമെന്നായി സമൂഹം പറയുന്നത്? ഒരു ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഉണ്ടാവും.
അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ മക്കളുണ്ട്. ഇതിനെല്ലാം ചുമലിലേന്തി ആ സ്ത്രീ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കുകയാണ്. ആ നടത്തത്തിൽ അവരുടെ ഒരു താങ്ങാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്കിട്ടിങ്ങനെ നിരന്തരം താങ്ങിക്കൊണ്ടിരിക്കാതിരുന്നൂടെ? വിമർശനത്തിന് വിധേയമായി 1000 കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും പുതിയതായിട്ടുണ്ടാകുന്നുണ്ട്. അതിലേക്കൊക്കെ നിങ്ങളുടെ വിമർശനത്തിനുള്ള വലിയ വലിയ ശരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കൂ. നിങ്ങളുടെ എനർജി അതിലേക്ക് വേണ്ടി ഉപയോഗിക്കൂ. എന്തെങ്കിലും ഒരു മാറ്റം ആരിലെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. അല്ലാതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി തങ്ങളുടെ ഇഷ്ടങ്ങളും തങ്ങളുടെ കഴിവും പ്രയോജനപ്പെടുത്തുന്നവർക്ക് നേരെ ഇങ്ങനെ ഒരുതരം നാലാംകിട വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വയം ചെറുതാകാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ശ്രമിക്കാതിരിക്കൂ. അത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരാൾക്കും നമ്മുടെ സമൂഹത്തിനും യാതൊരു രീതിയിലും ഉപദ്രവകരമാകുന്നതല്ല ഒരാളുടെ പ്രവൃത്തിയെങ്കിൽ, ഒരാളുടെ ജീവിത മാർഗമെങ്കിൽ എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത്?